ഇനി പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. എൻ്റെ കെട്ടിയവൻ എന്തെങ്കിലോ എന്നെ അനാവശ്യമോ എന്തെങ്കിലും പറയാൻ വന്നാ പിന്നെ വിവരം അറിയും. മനസ്സിലായല്ലോ? अंधेरा तेरा मैंने ले लिया मेरा उछला सितारा तेरे नाम किया चन्ना मेरे या मेरे या चन्ना मेरे या मेरे या चन्ना मेरे या मेलिया ഊബിയാ നിനക്ക് മേലേടാ മേലേടാ നിനക്ക് നിനക്ക് മേലേടാ 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 നിനക്ക് വയ്യടാ. പുറത്താണെങ്കിൽ ഇലക്ഷൻസ് തോന്നും, ഇൻസ്റ്റയിലാണെങ്കിൽ ഈ വരാതെ. തീയക്ക് എന്നാടാ വയ്യേ? തീയക്ക് ഇത്ര ഇളക്കം വേണ്ട. അന്ത്യരാത്രിയോ? ഞാൻ വന്നിരിക്കുന്ന ഒരു ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടിയിട്ടാണ്. സിബി കുഞ്ഞുമോന്റെ ജന്മദിനമാണെന്ന്. സിബി പുല്ല് ജനിക്കണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ പാടിയ പാട്ട് സിബിയുടെ ഫേവറേറ്റ് സോങ് ആണ്. സിബിക്ക് ആദരാഞ്ജലികള്. എടുത്തോണ്ട് പോയേടാ. പാട്ട് തൊണ്ടയിൽ കൂടി യുവാവ് മരിച്ചു. സിബി കുഞ്ഞുമോന്റെ ജന്മദിനമാണ്. അവൻ മരിച്ചെന്നാ കേട്ടത്. തുടക്കത്തിൽ ഞാൻ പാടിയ പാട്ട് അബ്സല്യൂട്ട് അപരാധായിരുന്നു. സിബിയുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇനിയിപ്പോ അവന്റെ ഏറ്റവും വേഴ്സ്റ്റ് സോങ് ആയിരിക്കും. ഫേവറേറ്റ് സോങ് ആണ് ഈ പാട്ട്. ഞാൻ സിബിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. സിബി ഓടി പഞ്ചായത്ത് റൗണ്ട് വഴി. അടുത്ത് നോക്കട്ടെ. ലാലേട്ടൻ. ലാലേട്ടനല്ലേ? വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴി നാലുമെന്നും സ്റ്റീഫൻ ഹോക്കിൻസ്. ഇത് എപ്സിൻ ഫയൽ അല്ലല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാം തന്നെയല്ലേ? പ്രിയമുള്ളൊരാളാരോ ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. എന്നാലും കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? ചുണ്ണി. ഹൈ സണ്ണി. എന്താ ലാലേട്ട പിണങ്ങി പോകുന്നേ? മോഹിക്കുമല്ലോ. ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കേട്ടാ. പലവട്ടം പൂക്കാലം മൊത്തത്തിൽ ലൈറ്റിട്ട് മിന്നിച്ചേക്കിയ ചേട്ടൻ. കറണ്ട് ബില്ല് കുറച്ച് കൂടും കേട്ടോ. വഴി തെറ്റി സ്റ്റീഫൻ ഹോക്കിൻസിനെ കളർ വെള്ളത്തിൽ കലക്കിയെടുത്തവരുണ്ട്. ലാൽമോൽ. പോയിട്ടൊരു നാളും ജ്വല്ലറി കടയുടെ ഷട്ടറിൽ വരച്ചില്ലായിരുന്നു. പൂക്കാമാങ്കൊമ്പിൽ ജ്വല്ലറി കടയുടെ ഷട്ടർ. അതിനായി മാത്രമാ 15 വർഷം മോഹൻലാലിനെ ഉപ്പിലിട്ട് ഇങ്ങനെ ഇരിക്കും. കമോൺ ബ്രോ, അത് ബോഡി ഷേമിങ് ആടാ ഇതൊക്കെ. ഒരു നേരം മൃദുമാറി ആരാടാ ലാലേട്ടന്റെ മെഴുകു പ്രതിമയ്ക്ക് തീയിട്ടത്? 10 തൊലിയായി അവന് തനി തൊലിയാറോണി. മോഹൻലാൽ ഉരുക്കി വലിച്ചത്. മോഹൻലാൽ വായിച്ചിട്ട് പരിപാടിക്കും. മോഹൻലാൽ സ്റ്റീൽ പ്ലേറ്റിൽ നോക്കിയ പോലെ. ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്, ഇഗ്നോർ ദ നെഗറ്റീവ് കമന്റ്സ് ആൻഡ് മൂവ് ഫോർവേഡ്. വാവ്, ഒരെണ്ണേ കാണുള്ളൂ ഇത് വാർത്ത. കമന്റ് വായിക്കാൻ വന്നവർക്ക് സൈഡിൽ കസേര റെഡിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലാലേട്ടനെ വെച്ച മൂല സണ്ണി. മോഹൻലാലാവും നോക്കി MG ശ്രീകുമാറായി. പണ്ട് ടിവിയുടെ പിക്ചർ ട്യൂബ് അടിച്ചു പോയ ലാലേട്ടൻ ഇങ്ങനെ കാണുമായിരുന്നു ടിവിയിൽ. ലാലേട്ടനെ കൂടെ നമ്മളിട്ട് വെറ്റിച്ചെടുത്തു. ഇത് വീഡിയോയിലെല്ലാം എത്ര പേർക്ക് അറിയാം? സണ്ണി. മോഹൻലാൽ ഉപ്പിലിട്ട് അടമാങ്ങ. ലാലേട്ടൻ ഉണക്കിയത്. ലാലേട്ടൻ 95 വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇരിക്കുക എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. മോഹൻലാൽ കല്ലിൽ വെച്ച് ചതച്ചത്. എന്തായാലും പാവം ഉണ്ടടാ. അയ്യോ. അടുത്ത നോക്കട്ടെ. ചേച്ചി പാടി. ചേച്ചി അടിപൊളിയായിട്ട് പാടും. ചേച്ചി പറ്റിക്കാണ് ഞങ്ങളെ. അടിവയറ് ഞാൻ കലക്കും. ബെൽറ്റ് വിട്ട് വന്നേക്ക്.
ആളെ പറ്റിക്കാൻ. സണ്ണി Right now, my favorite game is Chicken Road Pirate Edition. In it, you will guide a chicken from a huge shark chases from behind. Every second, you feel like that you are one step away from the big win. That constant tension is what makes the game super addictive. Game is exclusive to one of India's most popular gaming platforms, trusted by a huge number of people. There are many viral games out there, but this one is my favorite. If you want to see how everyone is playing it, just check the link in the comment, register and enjoy. It's hard to stop once you start. മനസ്സിലായല്ലോ? നെഞ്ചിലാദ്യം നെഞ്ച് വേദന എടുക്കണ്ട. ഇതൊക്കെ കാണുന്നോണ്ടായിരിക്കും ഞാൻ. അയ്യോ, ചേച്ചിക്കുള്ള കമന്റ് ബോക്സ് നോക്കട്ടെ. ചേച്ചി അത്യാവശ്യം കമന്റ് ബോക്സ് കാണും. കല്യാണി കാർത്തിയാനി സംസാരിക്കുമ്പോ ആരാടാ പാട്ട് വെച്ചത്? ജനിച്ച സമയം മാറിപ്പോയി, അല്ലാണ്ട് എന്ത് പറയാൻ. ഇവരൊക്കെ ഈ ജനറേഷനിൽ ശരിക്കേണ്ടവരായിരുന്നു. കല്യാണി മുട്ടമണി ചിരിക്കല്ലേ പെണ്ണെ കല്യാണി. ഞങ്ങളൊക്കെ ചിരിക്കാനുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കൊച്ചുമോന്റെ പ്രോത്സാഹനത്തിൽ ഒന്ന് കാണിച്ചു കൂട്ടുന്നാന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു പാശനെ. ഇതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആയിക്കോ. നിങ്ങൾക്ക് ആ പെരേര ഭേദമാണ്. അത് ശരിയാ. ഈ പെരേര കാണിക്കുന്ന അപരാധം വെച്ച് നോക്കുമ്പോ അമരേട്ടാ കളിക്കല്ലോ, എഴുന്നേറ്റ്. അമരേട്ടനോ? അമരേട്ടാ ഇവനാ? ഇത് അമരേഷ് പോത്തുമുറി. ഈ പോത്തിനെയൊക്കെ ആണോ അമരേട്ടാന്ന് വിളിക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ, അമരേട്ടാ ഒന്ന് അമരേട്ടാ. നന്നായിട്ട് CPR കൊടുക്കാൻ അറിയാവുന്ന പെണ്ണ് തന്നെ. അവന് നല്ല സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. വായിക്കാതെ തുപ്പി വെക്കണോ അല്ലേ? വായിൽ തുപ്പിയിട്ട് എഴുന്നേക്കണല്ലോ ശാപം. കൃത്രിമ ശ്വാസം കൊടുക്കാൻ തോന്നുന്നു. എന്താടാ വൈകിയേ? ഇങ്ങനൊരു കവട്ടക്കാവടി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നേ. അവൻ അതിൽ സുഖം പിടിച്ചോണ്ടിരിക്കുക. എന്നാടി കാണിക്കണത്? ഇതൊക്കെ എന്താ അപരാധം? അയ്യോ എന്റെ ഈ കറുകുറ്റി മണങ്ങളൊക്കെ അടിച്ചോടിക്കണം. അവസരം മുതലാക്കാതെ ചിരിച്ചോണ്ട് കിടക്കാൻ കാണിച്ചപ്പോ തൊലിച്ചുകൊണ്ട് കിടക്കുന്ന അമരൻ. നല്ല തൊലിഞ്ഞ ചിരി നോക്ക് അമരൻ. ലോകത്തൊരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ഈ പൊട്ടങ്ങണാപ്പനെ വെച്ചിട്ട് ഇവന്മാർ എന്തൊക്കെയല്ല കാണിച്ചു കൂട്ടുന്നേ. എന്നാലും എന്റെ പൊട്ട നിന്നെ കൊണ്ട് എങ്ങനെ 15 ദിവസം കൊണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ അത് ചെയ്തിരിക്കും. എന്നെ സംസാരിപ്പിക്കുന്നു? ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമെന്ന് നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ആദ്യം മോൻ മലയാളം പഠിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പോരെ? ഇതൊക്കെ ആരുടെ ഇതൊക്കെ? കൊതുക. ഈ നോയ്സ് കാരണം ഞാൻ രാത്രിയിലൊക്കെയാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൊതുകും ഗുഡ് നൈറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ചെയ്തിരിക്കും. ഞാൻ നോക്കിയിരിക്കും. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ 23-കാരൻ നന്ദകുമാർ, നന്ദന്റെ പെൺസുഹൃത്ത് 20-കാരി ആസിയ, ആ 2 പേരും ഇന്ന് ജീവനോടെയില്ല. കോട്ടയം ശാസ്ത്രി റോഡിലെ ഹോട്ടൽ മുറിയിൽ ഫാനിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ നന്ദകുമാറും ആസിയയും ആഗ്രഹിച്ചിരുന്നു. വീട്ടുകാർ സമ്മതിച്ചില്ല. ഇതോടെയാണ് ഒന്നിച്ചു മരിക്കാൻ ആ 2 പേരും തീരുമാനിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അല്ലേ ഞാൻ ആലോചിക്കുവാണ്, ഇവർക്ക് ഒരുമിച്ച് കെട്ടിത്തൂങ്ങി ചാവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിച്ചാൽ എന്താ? വീട്ടുകാർ സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കാരണം ഇവരുടെ പെർമിഷൻ വേണമല്ലോ ജീവിക്കാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. ഇടേ സ്വന്തമായിട്ട് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ വീട്ടുകാർ ഉത്തരവാദിയാവുന്നത്, അല്ലെ വീട്ടുകാരുടെ അനുവാദം വേണ്ടി വരുന്നത്. സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാൻ നോക്കും. നിങ്ങൾ ഇപ്പോഴും എന്തിനാ ഈ ഡിപ്പെൻഡൻസി പിടിച്ചോണ്ട് നിൽക്കുന്നേ? അല്ലേ? എന്ത് കിട്ടി ഇവർ 2 പേർക്കും? മുറി തുറന്ന് അകത്തു കയറിയപ്പോൾ കാണുന്നത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ നന്ദകുമാറും ആസിയയും. ഒന്നും പറയാനില്ല. വീട്ടുകാർ മക്കൾ ചത്താൽ എന്താ, കുടുംബ മഹിമ കാത്തു. ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. സത്യം. മരിക്കാനുള്ള 10 ധൈര്യം മതി ജീവിച്ചു കാണിക്കാൻ. സത്യം അല്ലേ? ജാതിയും മതവും ജയിച്ചല്ലോ, അത് മതി.
അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കമന്റാണ്, ഈ ഹോട്ടലുകാരന്റെ ഉപജീവന മാർഗം മുടക്കിയല്ലോ, അതും ഒരു ശരിയല്ലേ? മുറി തുറക്കാതെ വന്നതോടെ ഹോട്ടൽ ജീവനക്കാർക്ക് സംശയമായി. കെട്ടിത്തൂങ്ങിച്ചാകാൻ വേണ്ടി ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് ഇപ്പൊ ആ ഹോട്ടൽ ഉടമയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജാതിയും മതവും ഇല്ലാത്ത ലോകത്ത് അവർ ഒരുമിക്കട്ടെ. ഒന്നും പറയാനില്ല എനിക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്നാ പറയാനാ? മരിച്ചതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യത്തില്ല. ആദ്യത്തെ 2-3 ദിവസം കുറച്ചൊരു കറിയുമായിരിക്കും, പിന്നെ ഒരു പട്ടിക്കും വേണ്ട നിങ്ങളാ. കമോൺ ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് അത് വെച്ച് നോക്കുമ്പോ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇവരൊക്കെ എത്ര ഭേദമല്ലേ? എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. സത്യല്ലേ എന്ന് പറഞ്ഞേ? ചങ്കൂറ്റുണ്ടാ നെഞ്ചത്ത്. ഇവരെ സമ്മതിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോ? ഇത് എനിക്ക് ആന്റെ ഓസാനം വേണ്ട പ്രതികരിക്കാൻ, മനസ്സിലായില്ലേ? ആന്റെ ഓസാനം വേണ്ട. കാര്യം അവരാതാണ് കാണിച്ചു കൊടുക്കുന്നത് കേരളം മൊത്തം. ഒരിക്കലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവർ എത്രയോ ഭേദാ. ഞാൻ പ്രതികരിക്കടാ, ഇനിയും പ്രതികരിക്കും. അല്ല, അത് മനസ്സിലായി. ഇതെന്താ വരാതെ ഈ കാണിച്ചു കൂട്ടുന്ന അപ്പുറത്തിരുന്ന്? എന്താ ചേച്ചി വയ്യേ? ഇവനോടൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കണം, സ്ട്രോങ് ആയിട്ട് കർണം പറ്റി ഒരെണ്ണം കൊടുക്കുന്നതാ. എന്റെ മുഖം നോക്കി കണ്ടാത്തൊന്നും ഒരെണ്ണം കൊടുക്കാൻ. എന്റെ നെഞ്ചത്തിന് നടത് ചിത്രശലഭോ ബട്ടർഫ്ലൈ. നീ ഒന്നും പറയണ, നീ പറയണ്ടല്ലോ. ഓ, വരുന്നുണ്ടോ അവരാതം? അയ്യോ, എന്റെ നെഞ്ചത്തെന്ത് പടത്? ചിക്കന്റെ വിങ്സാ. ആ ഉയര് കുറച്ചേരം ഏറി പോട്ടെ. ഇത്ര റിസ്ക് ഉള്ള ഡൂപ്പിനെ ചെയ്തൂടെ? പൂമ്പാറ്റ ഗിരീഷ്. എന്നാ പപ്പ? അച്ചോടാ പപ്പ ഇല്ലാത്തവൻ. ആഹാ, നേരത്തെ ആണോ മറ്റേ ചേച്ചിയുടെ പോലെ തന്നെ വെറൈറ്റി ആണ്. പിന്നെ ഉറക്കം വരുന്നുണ്ടോ അതോ തുമ്മാൻ വരുന്നുണ്ടോ? ഇവിടെ ഒന്ന് പാടടേ, ആ ചുണ്ടൻ തനക്ക്. പാപ്പ എന്ന് മാത്രം പറയുന്നുണ്ട്. പപ്പേനെ മാത്രം ഓർമ്മയുണ്ട്. പപ്പേനെ മാത്രം വിളിക്കറിയാം. എന്തെല്ലാം കാണണം. ഇനിയും കുറച്ച് അപരാധങ്ങളുണ്ട്. അടുത്തത് വീണ്ടും വന്നു. നമുക്ക് അടുത്ത വീട്ടിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിലേ ഞാനിതെല്ലാം കൂടി താങ്ങത്തില്ല. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകണ്ടേ? ആരെ സപ്പോർട്ട് ചെയ്യാം? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം. എഡ്വിൻ അലക്സാണ്ടർ എന്നാണ് ആളുടെ പേര്. ഞാനത് മുഴുവൻ ആഡ് ചെയ്യുന്നില്ല, കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പോയി കാണാവുന്നതാണ്. അതാണ് അടിപൊളിയായിട്ടത് വായിച്ചിട്ടുണ്ട്. കീപ് ഗോയിങ്. ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെട്ടുണ്ടാകും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ.